നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 5 അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ രാജ്യത്തെ പ്രമുഖ IT കമ്പനികളിലൊന്നായ വിപ്രോയിലേക്കുള്ള ഒരു ഫ്രഷർ ഹയറിംഗ് ആണ്. അതുകൂടാതെ ഈ പെൺകുട്ടികൾക്ക് മികച്ച ജോലിയിലേക്ക് എത്തുവാനായിട്ടൊരു അവസരം, അതായത് ഒരു സൗജന്യ മെൻറ്ററിംഗ് അവസരമാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊന്നും കൂടാതെ വോൾവോയിലേക്കുള്ള അക്കൗണ്ടിങ്ങുകാരുടെ ചില അവസരങ്ങൾ, അതല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന് 2 കമ്പനികളിലെ അവസരങ്ങൾ, നെസ്റ്റ് ഗ്രൂപ്പിലേക്ക് അരിയർ ഉള്ളവരുടെയും ഹയറിങ്, അതല്ലെങ്കിൽ കൊച്ചി സ്മാർട്ട് സിറ്റിയിലുള്ള മറ്റൊരു കമ്പനിയിലേക്ക് എഞ്ചിനീയേഴ്സ് ഹയറിങ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈസ് ഓഫ് ബാങ്കിലേക്കുള്ള അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യം നമുക്ക് വിപ്രോയിലെ അവസരം ഒന്ന് പരിശോധിക്കാം. വിപ്രോ സൂപ്പർ സെറ്റ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ ഹയറിംഗ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. എലൈറ്റ് ഓഫ് ക്യാമ്പസ് 2024 ഹയറിംഗ്, അതായത് 2024 പാസ് ഔട്ട് ആയിരുന്നവർക്ക് വേണ്ടിയിട്ടാണ് വിപ്രോ ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓൾ ഇന്ത്യ ബേസിൽ ഞങ്ങൾക്ക് ഇതിൽ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. മാർച്ച് 15-ാം തീയതി ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. 3,50,000 പെർ ആനം CTC കോസ്റ്റ് കമ്പനി, ഏകദേശം ഒരു 30,000 രൂപ വരെ പ്രതി മാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. എലൈറ്റ് ഓഫ് ക്യാമ്പസ് 2024 ഹയറിംഗ് ഫ്രഷർ ഇനീഷ്യേറ്റീവ് ആണെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് പരിശോധിക്കാം. 10th 60% മേളിൽ മാർക്കുള്ള, 12th 60% കൂടുതൽ മാർക്കുള്ള, ഡിഗ്രിക്കും 60% കൂടുതൽ മാർക്കുള്ള, അല്ലെങ്കിൽ 6 CGPA എങ്കിലും നേടിയിട്ടുള്ളവർക്കായിരിക്കും അവസരങ്ങളുള്ളത്. 10th 12th ഒക്കെ ഓപ്പൺ സ്കൂൾ പഠിച്ചവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി ഓർക്കുക, ഇത് ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവരിവിടെ നൽകിയിട്ടുണ്ട്. 2024 പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം. അത് BTech അല്ലെങ്കിൽ ME MTech 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ BTech ഓൾ ബ്രാഞ്ചസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് IT അല്ലെങ്കിൽ സർക്യൂട്ടൽ ഉള്ളി, അതായത് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷന്, അങ്ങനെ സർക്യൂട്ട് ബ്രാഞ്ച് ഉണ്ടല്ലോ, AI, റോബോട്ടിക്സ്, അങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ച് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ BTech അല്ലെങ്കിൽ ME MTech 2024 പാസ് ഔട്ട് ആയിട്ടുള്ള ത്രൂ ഔട്ട് 10th ഓൺവേർഡ്സ് 60% മാർക്ക് നേടിയവർക്കായിരിക്കും അവസരമുള്ളത്. അസസ്മെന്റ് സമയത്ത് ഒരു ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവരെ വേറെ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ വിപ്രോയുടെ റിക്രൂട്ട്മെന്റ് അറ്റൻഡ് ചെയ്തവർ അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 18+ ഇയേഴ്സ് പ്രായം കാണണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. പ്രോജക്റ്റ് എഞ്ചിനീയർ എന്ന അവസ്ഥയിലേക്കാണ് ഈ ഒരു ഹയറിങ്. പാക്കേജ് 3.5 lakh പെർ ആനം എന്നുള്ളതാണ്. ഒരു 6 മാസം കഴിയുമ്പോൾ 25,000 രൂപ ജോയിനിങ് ബോണസ് എന്ന നിലയിൽ ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇയർലി ഇൻക്രിമെൻറ്റും ഒക്കെ ലഭ്യമാകും. 12 months ഒരു സർവീസ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. എങ്ങനെയായിരിക്കും സെലക്ഷന്? ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ അസസ്മെന്റ് ആയിരിക്കും, 128 മിനിറ്റിന്റെ. 3 സെഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ടെസ്റ്റ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ടെസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഈ C++, ജാവ, പൈത്തൺ, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിംഗിൽ അത് എഴുതാനായിട്ട് കഴിയും. പിന്നെ സെക്കൻഡ് റൗണ്ടിൽ വോയിസ് അസസ്മെന്റ് ഉണ്ട്. തേർഡ് റൗണ്ടിൽ ബിസിനസ് ഡിസ്കഷൻ, ഇന്റർവ്യൂ ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. ഇപ്പോൾ ഈ ഒരു സൂപ്പർ സെറ്റിന്റെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ നൗ എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു പേജിന്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഓർക്കുക, 2025 മാർച്ച് 15 അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള കാര്യം. ഇനി ഞാൻ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു അവസരം ഒന്ന് സൂചിപ്പിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വുമൻസ് ഡേ സെലിബ്രേഷനൊക്കെ ആയി ബന്ധപ്പെട്ടാണ് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മാർച്ച് ഇവിടെ കാണാൻ സാധിക്കും. മാർച്ച് 5-ാം തീയതി മുതൽ മാർച്ച് 25-ാം തീയതി വരെ ആയിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇതൊരു 100% സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ പണച്ചെലവില്ലാതെ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, അതേപോലെ 2023-24 വർഷങ്ങളിലൊക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 100% സ്പോൺസേഡ് ആണ്. 10,000 വുമൺ, ഇന്ത്യ ആകമാനം 10,000 പേർക്കാണ് ഈ ഒരു അവസരം. ഇതിന്റെ ഭാഗമായിട്ട് ഒരു സർട്ടിഫിക്കറ്റും എക്സൈറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കൊക്കെ എത്താനായിട്ട് കഴിയും. ഈ അവസരം ഒരുക്കുന്ന ഫ്യൂച്ചർ മഗ്ഗും ഹെർ കീ, അതേപോലെ തന്നെ ജോബ്സ് ഫോർ ഹെർ ഫൗണ്ടേഷനും കൂടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം.
അപ്പോൾ നിങ്ങൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ നെർവസ് ഒക്കെ ആണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട്, ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഭാഗമൊക്കെ ആകുവാനായിട്ട്, ട്രെയിനിങ് ഒക്കെ സൗജന്യമായിട്ട് ലഭിക്കുവാനായിട്ടൊക്കെയുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എക്സ്പെർട്ട് ലെഡ് ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാകും. ടൈലർഡ് കരിക്കുലമാണ്. കരിയർ ആക്സസ് ഒക്കെ ലഭ്യമാകും. എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം? ആദ്യം നിങ്ങൾക്ക് ഇതിനൊന്ന് രജിസ്റ്റർ ചെയ്യണം. അത് ഈ ജോയിൻ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. അതൊക്കെ സൗജന്യമാണ്. പിന്നെ ഒരു പ്രീ അസസ്മെൻ്റ് ഉണ്ട്, ഒരു ചെറിയ അസസ്മെൻ്റ് ഉണ്ട്. നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നറിയുന്നതിനുള്ള ഒരു എക്സാമിനേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ട്രെയിനിങ് ഉണ്ട്, 4 മൊഡ്യൂളിലുള്ള ട്രെയിനിങ് ഉണ്ട്, അതും സൗജന്യമായിട്ട് എടുക്കാം. പിന്നെ പോസ്റ്റ് അസസ്മെൻ്റ് ഉണ്ട്, ട്രെയിനിങ്ങിന് ശേഷം ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകും. ട്രെയിനിങ് മൊഡ്യൂൾസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നു എന്നതുകൊണ്ട് തീരുന്നില്ല. ഫ്യൂച്ചർ മകിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ എൻട്രി ലെവൽ ജോലികളിലേക്കൊക്കെ എത്തിക്കുവാനുള്ള സഹായങ്ങളും മോക്ക് ഇൻ്റർവ്യൂസ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് തരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ടർക്കിയുടെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 15,000 കമ്പനികളുമായിട്ടുള്ള ആക്സസ് ഒക്കെ ലഭ്യമാകും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഓർക്കുക, മാർച്ച് 5-ാം തീയതിക്കും 25-നും ഇടയിൽ വേണം നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ഈ ജോയിൻ നൗവിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് നൽകി രജിസ്റ്റർ ചെയ്ത് ഇതിന് അപേക്ഷിക്കാം. ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് ആ മറ്റ് അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യം ഞാൻ എഞ്ചിനീയേഴ്സിന് ലഭ്യമായിരിക്കുന്ന 2 അവസരങ്ങൾ സൂചിപ്പിക്കാം. ആദ്യത്തെ അവസരം നെസ്റ്റ് അഡ്വാൻസ് ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ കൊച്ചിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. അരിയേഴ്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു അവസരമാണ്. ഈ നെസ്റ്റ് അഡ്വാൻസ് ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഇത് കൊച്ചി കളമശ്ശേരിയിലുള്ള നെസ്റ്റിന്റെ ഹൈടെക് പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവർ ഏതാണ്ട് 150 ഓപ്പറേറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ആർക്കായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ഒന്ന് ബിടെക് ഫെയിൽഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെക്കാനിക്കല്, EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കല്, ഇൻസ്ട്രുമെന്റേഷന്, ഓട്ടോമൊബൈല്, മെക്കട്രോണിക്സ് കഴിഞ്ഞവർ. അതല്ലെങ്കിൽ ഡിപ്ലോമയിൽ മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഓട്ടോമേഷൻ ഉണ്ട്, ടൂൾ ആൻഡ് ഡൈ ഉണ്ട്, മെക്കട്രോണിക്സ് ഉണ്ട്. ITIക്കാർക്ക് പറ്റും. ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, ഫിറ്റർ, ടെർണർ, ടൂൾ ആൻഡ് ഡൈ, ഇങ്ങനെ പല ബ്രാഞ്ച് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ വരുന്ന മാർച്ച് 14-ാം തീയതി 10 മണിക്ക് ഈ നെസ്റ്റിന്റെ അഡ്വാൻസ് ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. 15,000 ആണ് ഏകദേശം ശമ്പളം. 18,000 രൂപ വരെ പോകും എന്ന് മറ്റിടത്ത് ഇവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജോലിയുടെ ഒരു എന്താ പറയുക, ഒരു നേച്ചറൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അസംബ്ലിങ് ദ മെഷീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സബ് അസംബ്ലി ഡ്രോയിങ്സ്, അതായത് ഇവരുടെ ഡ്രോയിങ്സ് ഒക്കെ വെച്ചിട്ട് മെഷീൻ അസംബ്ലി ചെയ്യുക. അതേപോലെ തന്നെ ഈ 3D മോഡൽ അസംബ്ലി ചെയ്യുവാനായിട്ടുള്ളവർക്ക് മനസ്സിലാക്കുക. ഇങ്ങനെ ജോലിയുടെ ഒരു നേച്ചറും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലിയിൽ താല്പര്യമുള്ള ഈ മേഖലയിൽ ഒരു കീ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ മാർച്ച് 14-ാം തീയതി കൊച്ചിയിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. അതുകൊണ്ട് 150 ഒഴിവുകളാണുള്ളത്. ഓർക്കുക, ബിടെക്കിൽ അരിയർ ഉള്ളവർക്കും അവസരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനിയും ബിടെക്കുകാരുടെ തന്നെ മറ്റൊരു അവസരം, എഞ്ചിനീയേഴ്സിന് മറ്റൊരു അവസരം കൂടി മനസ്സിലാക്കാം. കൊച്ചി സ്മാർട്ട് സിറ്റിയിലുള്ളൊരു കമ്പനിയാണ് ഗാഡ്ജിയോൺ എന്നുള്ളത്. ഇവര് ഫ്രഷേഴ്സിന് വേണ്ടി ഒരു ഹയറിംഗ് നടക്കുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയർ ഇന്റേൺസ് എന്ന തസ്തികയിലേക്ക് ഫ്രഷേഴ്സ് മുതൽ 0 to 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരെ ഇതിൽ പങ്കെടുക്കാം. 2022, 23, 24 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവരായിരിക്കണം. അത് ബിടെക് അല്ലെങ്കിൽ ME MTech, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം. ജോലിയുടെ ഒരു നേച്ചറൊക്കെ ഇവരിവിടെ നൽകുന്നുണ്ട്. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ കീൻ ഇൻട്രസ്റ്റ് കാണണം, അതേപോലെ CAD സോഫ്റ്റ്വെയറിൽ ഒരു പ്രൊഫഷൻസി കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനിയും മറ്റൊരു അവസരം, ഇത് ഈസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഈസാഫ് ബാങ്ക് എന്നുള്ളത്. ഈസാഫ് ബാങ്ക് 4 തസ്തികയിലായിട്ട് 3 ലൊക്കേഷനിൽ വെച്ചിട്ട് വോക്ക് ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് തസ്തികകൾ? റിലേഷൻഷിപ്പ് ഓഫീസർ, ഗോൾഡ് ലോൺ ഓഫീസർ, അസറ്റ് ഓഫീസർ, സെയിൽസ് ഓഫീസർ. ഈ 4 തസ്തികയിലേക്കാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഡേറ്റ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. 14-ാം തീയതി അങ്കമാലിയിൽ വെച്ച്, മാർച്ച് 14-ാം തീയതി അങ്കമാലിയിൽ വെച്ചിട്ട് വോക്ക് ഇൻ ഇന്റർവ്യൂ ഉണ്ട്. അതേപോലെ മറ്റൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് കൊല്ലത്ത് വെച്ചിട്ടാണ്. മൂന്നാമത് മറ്റൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ എറണാകുളത്ത് വെച്ചിട്ട് 21-ാം തീയതി നടക്കുന്നുണ്ട്. കൊല്ലത്ത് വെച്ച് 15-ാം തീയതിയാണ്. അതിൻ്റെ അഡ്രസ്സൊക്കെ നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ jobsbridge.com നമ്മുടെ സൈറ്റിലുണ്ട്. അവിടെ പോയിട്ട് ESAF എന്ന് സെർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അല്ലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ഇനി നമുക്ക് ആ വോൾവോയിൽ ലഭ്യമായിരിക്കുന്ന അക്കൗണ്ടന്റ് അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. വോൾവോ നാം അറിയുന്നത് പോലെ ഒരു പ്രമുഖമായിട്ടുള്ള വിദേശ ഓട്ടോമൊബൈൽ കമ്പനിയാണ്. അവർ ബാംഗ്ലൂരിലേക്ക് ട്രെയിനി അക്കൗണ്ടന്റ് ഈ ഒരു തസ്തികയിലേക്ക് അല്ലെ അസോസിയേറ്റ് അക്കൗണ്ടൻസ് എന്ന തസ്തികയിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. ബാംഗ്ലൂരിലേക്കായിരിക്കും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നുണ്ട് BCom, MCom, MBA ഫ്രഷേഴ്സിനാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അസോസിയേറ്റ് അക്കൗണ്ട്സ് എന്ന തസ്തികയിലേക്ക് ബാംഗ്ലൂരിലേക്കായിരിക്കും. അവർക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇതൊരു PWD പ്രോഗ്രാമാണ്. അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അതായത് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ളവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആയിരിക്കണം, BCom, MCom ഓർ MBA ഫിനാൻസ്. ഫ്രഷേഴ്സ് മുതൽ 1 ഇയർ എക്സ്പീരിയൻസ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. SAP Excel അതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കണം. അത്യാവശ്യം നല്ല റിട്ടൺ ആൻഡ് വേർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തി ഇത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ പോയി കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപേക്ഷിക്കുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റുകളൊക്കെ സൗജന്യമാണ്. ഇതിന്റെ പേരിൽ ആരെങ്കിലും പണം ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയോ അല്ലെങ്കിൽ ടെലഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് ചാനലിലൂടെയോ ഒക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.